അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അബീനെ നഴ്സറി കൊണ്ടുപോയി വിട്ടിട്ട് വന്നതാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് എല്ലാം ഒന്ന് അടിച്ചൊക്കെ തൂത്തിട്ട് പണിയെല്ലാം തീർത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വീട്ടിൽ വന്ന് എല്ലാം ഒന്ന് അടിച്ചൊക്കെ തൂത്തിട്ടിട്ട് ജനലിലെ കർട്ടനൊക്കെ മാറ്റി ഒന്ന് തുടച്ചിടാലോ എന്ന് വിചാരിച്ചൊന്ന് കർട്ടൻ മാറ്റിയപ്പം ജനലിക്കോടെ ഒരു സുന്ദരമായ കാഴ്ച കണ്ടു കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള പ്ലാവയിൽ ചക്ക കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ സത്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. ഞാനപ്പോൾ ഇന്നാണത് കണ്ടുപിടിച്ചത്. അപ്പോൾ 3-4 ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇടിഞ്ചക്കപ്രായമായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തൂടെ ഇറങ്ങി വന്ന് നോക്കി. അപ്പോഴത്തേക്കിനും ചക്ക ഒരെണ്ണം ഇടിഞ്ചക്കപ്രായമായത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് വൈകിട്ടത്തേന് കൂട്ടാൻ ഇടിഞ്ചക്ക വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇടിഞ്ചക്ക പറിക്കാനായിട്ട് ഇറങ്ങിയത് ഭയങ്കര വെയിലാണ് കേട്ടോ. അതാണ് ക്യാമറയിൽ ഒരു എന്തോ പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഞാനതിൽ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിന് റബ്ബർ വെട്ടുന്ന ചേട്ടനതിൽ നടന്ന് വഴിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് വല്ല ഇഴജന്തുക്കളൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാനതിൽ ആ വഴിയേ അങ്ങ് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവിനെ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ്. അപ്പോൾ 3-4 കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം മൂത്തൊരെണ്ണം പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് കറി വയ്ക്കാനായിട്ട്. ചക്കയും ചക്കക്കുരും ഒക്കെ കറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു മുള്ളനും കൂടെ വറുത്തുണ്ടെങ്കിൽ ഊണ് കുശാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഇടിഞ്ചക്ക പ്രായമായിട്ടുള്ള ഒരു കുരുവൊക്കെ ഇങ്ങനെ ആയി തുടങ്ങുന്ന പ്രായത്തിലുള്ളൊരു ചക്ക ചെത്തിച്ചാടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ 2-3 നിൽക്കുന്നുണ്ട്. അതൊക്കെ പക്ഷേ കുറച്ച് ചെറുതാണ്. ആ നടുക്ക് നിൽക്കുന്ന ചക്കയാണ് കേട്ടോ നമ്മൾ ചെത്തിച്ചാടിക്കാനായിട്ട് പോകുന്നത്. ചക്ക ചെത്താനുള്ള ആവേശത്തിൽ ഞാൻ എടുത്തുകൊണ്ട് കത്തി മുറിച്ചില്ലാത്തായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാനിവിടെ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പക്ഷെ പിന്നെ തിരിച്ചു പോയി അതെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് എങ്ങനെയെങ്കിലും അത് വെച്ച് ചെത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ മറ്റൊരു കയ്യിൽ കത്തി ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മൂർച്ചയില്ലാത്തതുകൊണ്ട് ചെത്തി ചാടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. കുറേ തവണ ഇങ്ങനെ ചെത്തിയ പിന്നെ കേട്ടോ അത് ഇങ്ങനെ വീണ് കിട്ടിയത്. അപ്പം കൃത്യം ആ ചക്ക നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കുഞ്ഞു ഓട പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ചെത്തിയതേ അങ്ങോട്ടാണ് കേട്ടോ വീണത്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ നേരം ഇങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ നിന്നാണ് കേട്ടോ ചെത്തി ചാടിച്ചത്. നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നെങ്കിൽ ഒറ്റ ചെത്തിന് താഴെ വീണേനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ ചെത്തി ചാടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോയി എടുക്കാം കേട്ടോ. അങ്ങ് താഴെ ഒരു കുഞ്ഞു ഓട പോലെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ വീണത്. അപ്പം ഞാനത് തപ്പിപ്പോയി എടുക്കുകയാണ്. അപ്പോൾ ചക്ക എടുത്തിട്ട് നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഇട്ടിട്ട് പോവുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെയിലത്തോട്ട് മാറിക്കഴിയുമ്പോൾ ക്യാമറയ്ക്ക് ഒരു മങ്ങലാണ് കേട്ടോ. അതിപ്പം നല്ലതായിട്ട് വെയിലായതുകൊണ്ടാണ്. പിന്നെ ക്യാമറയ്ക്ക് അത്ര തന്നെ ക്ലാരിറ്റിക്ക് കുറച്ച് കുറവുണ്ട്. ബാക്ക് ക്യാമറ ഓക്കെയാണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലാണ് കേട്ടോ അത് ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവ് ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഞാൻ വിട്ടുപോകും ക്ലാരിറ്റിയുടെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ചക്കയൊക്കെ ചെത്തിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയാം കേട്ടോ. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഈ മുള്ളൊക്കെ ചെത്തി ഒരുക്കുക എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അരക്കൊക്കെ നമ്മുടെ കയ്യിൽ കൂടെ ഒക്കെ ചക്ക മുളങ്ങി പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് നമ്മളിങ്ങനെ ചെത്താനിരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. പക്ഷെ ഞാൻ സത്യത്തിൽ മറന്നുപോയി. പിന്നെ ചക്ക ചെത്തിക്കഴിഞ്ഞിട്ട് ഇനി തൂത്ത് കളയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും കയ്യിൽ പറ്റിയില്ല. ഇനിയിപ്പോൾ എണ്ണ തൂത്തിട്ടും കാര്യമില്ല. എന്നാൽ പിന്നെ ഇനി ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ തൂക്കാമെന്ന് വിചാരിക്കുകയാണ്. എണ്ണേനേക്കാളും നല്ലത് മണ്ണെണ്ണയാണ് കേട്ടോ. ചക്കയൊക്കെ ചെത്തുമ്പോൾ നമ്മൾ മണ്ണെണ്ണ കയ്യിൽ തൂത്തിട്ട് ജസ്റ്റ് ഒരു തുണിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ പെട്ടെന്നെല്ലാം പോയി കിട്ടും കേട്ടോ. ചിലരിങ്ങനെ നടുവേ പൊളന്നിട്ട് ഇങ്ങനെ ചെത്തും കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ തോടി ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ ചെത്താറ്. മൊത്തം ഇങ്ങനെ ചെത്തി അതെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് നടുക്കുന്ന് ഇങ്ങനെ ചെത്തി 2 പീസാക്കിയിട്ട് നമ്മൾ കുഞ്ഞൂന ഇങ്ങനെ കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്ക ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ചക്കയുടെ മുള്ള് ഒക്കെ ഇങ്ങനെ
കോതിക്കളയുന്നുണ്ട്. കുറച്ച് അരക്കൊക്കെ കയ്യേ പറ്റും, പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഹെൽത്തിയാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക എന്ത് കാണിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുഴുങ്ങിയാലും തോരൻ വെച്ചാലും ഇടിഞ്ചക്ക ആക്കിയാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മൾ ചക്ക കണ്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ തോടൊക്കെ ഇങ്ങനെ കറുത്ത് പോവാതിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അരക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി അത് കറുത്ത് പോകും കേട്ടോ. എനിക്ക് ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, പിന്നെയാണ് കേട്ടോ എനിക്കതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇവിടെ ചെത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഞങ്ങൾക്കിതൊരു 2 ദിവസത്തേനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇത് കുറച്ച് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പകുതി എടുത്തിട്ട് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നുറുക്കി നുറുക്കി എടുക്കണം ചക്ക. പിന്നെ ഇത് തീരെ കുഞ്ഞാക്കേണ്ട കാര്യം, നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മളിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീരെ കുഞ്ഞാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അടുപ്പത്ത് വയ്ക്കുമ്പം നമ്മൾ സാമ്പാർ കഷ്ണം കരിയുന്ന പോലെ കണ്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ചക്ക ചെത്തുമ്പോൾ അതിൻ്റെ കൂഞ്ഞി നന്നായിട്ട് ചെത്തിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പം ആ കൂഞ്ഞി ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ലാതെ കൂഞ്ഞി ഇങ്ങനെ കിടക്കും കേട്ടോ. അത് വെന്തങ്ങ് ഉടഞ്ഞ് പൊട്ടി പോകത്തുമില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇടിഞ്ചക്കയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂഞ്ഞി നന്നായിട്ട് ചെത്തിക്കളയാം കേട്ടോ. അപ്പം നമ്മുടെ ഇടിഞ്ചക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമുക്ക് ഇനി അതിന് വേണ്ട അരപ്പുകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിതാ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകും ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 ചുള വെളുത്തുള്ളിയും കൂടെ വെക്കുന്നുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ചിലപ്പോൾ ചക്കയ്ക്കൊക്കെ ഗ്യാസ് ഉള്ളതല്ലേ, അപ്പം നമുക്ക് വയറിന് ഗ്യാസൊന്നും കെട്ടാതിരിക്കും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് അരപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, മുളക്, മഞ്ഞൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട. അപ്പോൾ ഇത് അരയ്ക്കാം. പിന്നെ നമ്മൾ കടുക് വറക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിക്സിയിൽ നന്നായിട്ട് അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇത് കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു തവി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് സമയം എടുക്കും കേട്ടോ, നന്നായിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ല വെച്ച് ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോപ്പർ ഉണ്ടെങ്കിലും പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. എല്ലാം ഒരേ ഇതിൽ കിട്ടുകയും ചെയ്യും. ചോപ്പറിനകത്തൊക്കെ ആണെങ്കിൽ എൻ്റെ ചോപ്പർ ഇവിടുത്തെ കേടായിരിക്കുകയാണ്, അത് പോയി. ഇനിയിപ്പോൾ ഒരെണ്ണം മേടിക്കണം എന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ ഇനിയിപ്പം ഇങ്ങനത്തെ അരിയുന്ന പരിപാടികളൊക്കെ സ്പീഡപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കടുകൊക്കെ വറുത്തിട്ട് നമ്മൾ ഇനിയിപ്പം അരപ്പും നമ്മുടെ ഇടിഞ്ചക്ക നന്നായിട്ട് ഉടച്ചെടുത്തും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞളൊക്കെ ഉണ്ട്. പിന്നെ ആ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ ഒരു വെള്ള കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാനിതിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ്. എന്നാലും ആ ക്യാമറയുടെ ആ ഒരു ഇത് കൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലാണ് ഇത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ പോരെന്ന് തോന്നുകയാണ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇടിഞ്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏട്ടായിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് കണ്ടപ്പം ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.